ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെൻ ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ നോമ്പിന്റെ 2ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. എന്താണ് നോമ്പ്, അല്ലെങ്കിൽ എന്തിനാണ് നോമ്പ് എന്ന് നമ്മോട് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ലെന്റ് എന്ന വാക്കിലൂടെ തന്നെ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും. ലെറ്റ് us eliminate our negative thoughts. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യുവാനും എന്താണ് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധമെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സാധ്യതയാണ് ഈ 50 ദിവസത്തെ നോമ്പുകാലം. 2ാം ഞായറാഴ്ചയിൽ സഭയായി വേർതിരിച്ചിരിക്കുന്ന ചിന്താവിഷയം അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന യേശുക്രിസ്തു. ഈ ലോകത്തെയും സർവ്വ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എന്നാൽ ദൈവം ഒന്നിനെയും തന്റെ സൃഷ്ടികളെ ഒന്നിനെ തന്നെയും ചെറുതെന്നോ വലുതെന്നോ എണ്ണിയിരുന്നില്ല. എന്നാൽ മനുഷ്യർക്കിടയിൽ തന്നെ അതിരുകൾ രൂപപ്പെടുത്തി. ഇതുമൂലം അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതിന് യേശുവിന്റെ ജീവിത മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവിന്റെ ശുശ്രൂഷകളിൽ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു സൗഖ്യദായക ശുശ്രൂഷ. ഇന്നത്തെ നമ്മുടെ വേദഭാഗമായ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള ഭാഗത്ത് നമുക്കത് കാണുവാനായിട്ട് കഴിയും. കഫർനഹൂമിൽ യേശു ചിലവഴിച്ച ഒരു ദിവസത്തിന്റെ അവസാനത്തിൽ നടക്കുന്ന അത്ഭുതമാണിത്. എല്ലാ ത്വക്ക് രോഗങ്ങളെയും കുഷ്ഠരോഗമായി കണ്ടിരുന്ന കാലം. ജീവനുണ്ടെങ്കിൽ പോലും മരിച്ചവർക്ക് തുല്യമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവർ. എന്നാൽ ഒരു കുഷ്ഠരോഗിക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ വിടുതലാണ് യേശുവിലൂടെ അന്ന് കഫർനഹൂം സാക്ഷ്യം വഹിച്ചത്. ഇങ്ങനെ സമൂഹം അവഗണിച്ച അനേകരുടെ ജീവിതത്തിൽ ഒരു പുനരുദ്ധാനത്തിന്റെ വെളിച്ചം പകരുവാനായിട്ട് ക്രിസ്തുവിലൂടെ കഴിഞ്ഞു. എന്നാൽ ഇന്നും നമ്മുടെ ചുറ്റുപാടും ഇപ്രകാരം സമൂഹം അവഗണിച്ച് അനേകർ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി നാം ഓടുമ്പോൾ ഇങ്ങനെ ജീവിക്കുന്നവരെ നാം ഒന്ന് കാണുവാനോ കേൾക്കുവാനോ അവരെ സ്പർശിക്കുവാനോ താല്പര്യം കാണിക്കാറില്ല. എന്നാൽ ക്രിസ്തു രോഗികളെ ദൂരെ നിന്ന് നോക്കിക്കാണുക മാത്രമായിരുന്നില്ല, മറിച്ച് അവരെ സ്പർശിച്ച് അവരെ സൗഖ്യപ്പെടുത്തി. യേശു ഈ രോഗിയെ സ്പർശിച്ചത് അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് അവനൊരു കുടുംബമാണെന്ന് കൂടി അറിയിക്കുവാനാണ്. ഇന്നത്തെ ഭാഗത്ത് നാം കാണുന്നതായിട്ടുള്ള കുഷ്ഠരോഗി അവന് തന്റെ ചുറ്റുമുള്ള ലോകത്തിൽ ശാരീരികപരമായോ മാനസികപരമായോ സ്പർശിക്കുവാൻ സാധിച്ചിട്ടില്ല. ആചാരപരമായി അവൻ അശുദ്ധനെന്നും സാമൂഹികപരമായി തൊട്ടുകൂടാത്തവനെന്നും അവനെ മുദ്രയിടപ്പെട്ടു. ആലിംഗനത്തിന്റെ ചൂട് അനുഭവിക്കാത്തതിന്റെ വേദന ഒരു വലിയ ഗുരുതരമായ ആഘാതം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ നോമ്പുകാലത്ത് നമ്മുടെ ഇടയിൽ പലവിധ പ്രശ്നങ്ങളാൽ സമൂഹം അകറ്റി നിർത്തിയവർക്ക് ദൈവത്തിന്റെ കരുണയും സ്നേഹവും കൈമാറുവാൻ നമ്മളിലൂടെ സാധ്യമായി തീരണം. തകർന്ന ഹൃദയത്തിലൂടെ ജീവിക്കുന്നവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണമേ എന്ന് വലിയവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം: കർത്താവെ, നീ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചതുപോലെ തകർന്ന ജീവിതങ്ങൾ ജീവിക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.